നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് നോക്കളിയാ. ഒരു മിനിറ്റ്. ഓ, ഒരു മിനിറ്റ്. ഓൺലി 1 മിനിറ്റ്. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ ശ്യാം വർഷയെ പ്രണയിക്കുന്ന കാര്യം ഈ കലാലയത്തിന്റെ തൂടും തുരുമ്പും വരെ അറിയാൻ പോകുന്നു. ഒരു പുതുമഴ പോലെ പെയ്തിറങ്ങുന്ന പ്രണയ വാർത്ത കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ ഞാനതൊരു അറിയിപ്പായി കുറിച്ചിട്ടിട്ടുണ്ട്. ശ്യാം ലവ് വർഷ. അങ്ങനെ നിങ്ങളുടെ പ്രണയ സരസിൽ ഈ മിഥുൻ ഒരു ഹംസമായി പറന്നിറങ്ങും. നിക്കണം. അളിയാ, എടാ നിക്കണം. ശ്യാമേ, എന്താ എന്താ നിനക്ക് പറ്റിയേ? നീ എന്തിനാ ഓടിയത്? ഒന്നുമില്ല, വെറുതെ ഒരു എക്സസൈസിന് ബോഡിയൊക്കെ ഒന്ന് വാം ചെയ്യാൻ വേണ്ടി. നോട്ടീസ് ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നേ? ശ്യാം ലവ്സ്. മാറ്, നോക്കട്ടെ. ഒന്നുമില്ല. വെറുതെ സീൻ ഉണ്ടാക്കാതെ മാറ്. ഒന്നുമില്ല വർഷേ. ദൈവമേ, എല്ലാം തീർന്നു. ആരുടെ പേരാ ഇവിടെ എഴുതിയിരുന്നത്? നിന്റെ കാമുകിയുടെ പേര് എനിക്കറിയണം. നീ പ്രേമിക്കുന്ന ആളുടെ പേരാ ഇവിടെ എഴുതി വെച്ചിരുന്നത്. പറ, ആരാത്? പക്ഷേ ഇതാരോ വെറുതെ പറ്റിക്കാൻ വേണ്ടി ബോർഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട, കള്ളം പറയണ്ട. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നുള്ള കാര്യം നീ മറക്കണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ടെന്ന് വെക്കും. മിഥുനെ, ആരാ ഇവന്റെ ലവറ്? അത് കണ്ടുപിടിക്കാൻ എളുപ്പമില്ലേ? കണ്ണാടി നോക്കിയാ പോരെ? കണ്ണാടിയോ? അല്ല, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോ ശ്യാം പ്രണയിക്കുന്നത് കണ്ണാടി വെച്ചൊരാളെയാണെന്ന് അർത്ഥം. ആ, ഞാൻ കണ്ടുപിടിച്ചോളാം. വിളിക്കാൻ തെച്ചത് പാണ്ടായി അല്ലേ അളിയ? നിന്നോടല്ല ഞാൻ. ഹലോ സർ. വന്ദന, പ്ലീസ് കം. ഓക്കെ സർ. സർ, സേട്ട് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു സർ. അപ്പോയിന്റ്മെന്റ് 7:30. പ്രീവിയസ് മന്തിന്റെ പർച്ചേസ് ഫയൽ എടുക്കണം. ആ, ഇത് സർ.
വീട്ടിൽ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. തിരക്കുകള്, പരാതികള്, പരിഭവങ്ങൾ. ഇതിനിടയിൽ എന്റെ ജന്മനാൾ ഓർക്കാൻ ആർക്കാ നേരം? എന്റെ ജന്മനാൾ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ട അവസ്ഥയാണല്ലോ ദൈവമേ. മാധവേട്ടൻ. ഹലോ മാധവേട്ട. ആ ചന്ദ്രു, ഞാനേ ഒരു പേപ്പർ എടുക്കാൻ മറന്നുപോയി. ആണോ? ഒരു എൻജിൻ പാർട്ടിന്റെ ഗ്യാരണ്ടി പേപ്പറാ. ആ. നമ്മുടെ അലമാരിയുടെ താഴത്തെ ഡ്രോയിലുണ്ട്. ആ അതൊന്ന് എടുത്തു വെക്കേ, ഞാനൊരാളെ അയക്കാം. ആ ഒരു നിമിഷേ, ഞാൻ ആ ഫയലൊന്ന് നോക്കട്ടെ. മാധവേട്ടൻ കട്ടാക്കല്ലേ, ഒരു മിനിറ്റ്. ഉം. ആ മാധവേട്ട, ഇതില് ഗ്യാരണ്ടി പേപ്പർ ഒന്നും കാണുന്നില്ലല്ലോ. ആ, അതിലൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടോ? ആ ജ്വല്ലറി ബോക്സ് ഉണ്ട്. ആ, അതെടുത്ത് തുറന്നു നോക്ക്. ശ്ശോ, ഈ മാധവേട്ടന്റെ ഒരു കാര്യം. ഇതിനകത്തൊക്കെയാണോ ഗ്യാരണ്ടി പേപ്പർ ഒക്കെ എടുത്തു വെക്കുന്നത്? മാധവേട്ട, എന്റെ ചന്ദ്രുവിന് പിറന്നാൾ ആശംസകൾ. ഇതിന് വലിയ വിലയായി കാണുമല്ലോ മാധവേട്ട. എനിക്ക് കിട്ടിയ അമൂല്യമായ നിധിയാണ് നീ. ഏതായാലും അതിനോളം വില വരില്ല. കഷ്ടകാലത്ത് എന്റെ ജീവിതം കരുപിടിപ്പിച്ച കൈകളായത്. കൈവിടില്ല ഒരിക്കലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.